എല്ലാവർക്കും ലണ്ടൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇതുപോലെ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ റോഡ് അപകടങ്ങളിൽ 50% കുറയ്ക്കാമെന്ന് തമ്പനയിൽ വിട്ടിട്ട് കാറ് ഭയങ്കര സ്പീഡിൽ പോണ ഒരു വീഡിയോ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവും അല്ലേ? എന്നാല് നമ്മുടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സ്പീഡിൽ പോകുന്ന ഒരു വീഡിയോനെ കുറിച്ചിട്ടല്ല. ഈ സിഗ്നലിന്റെ ഫ്രണ്ടിൽ കൂടെ ഓരോ കാറുകൾ കടന്നു പോകുന്ന വഴി നിങ്ങൾ കണ്ടോ? ആ ഒരു പേസിങ് കണ്ടോ? ഓരോ കാറുകൾ തമ്മിൽ പാലിക്കുന്ന കൃത്യമായിട്ടുള്ള അകലം കണ്ടോ? അപ്പൊ ഈ അകലം പാലിച്ച് കൃത്യമായിട്ട് നമ്മൾ റോഡിൽ വാഹനം ഓടിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു 50% അപകടങ്ങളെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലണ്ടൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഈ വീഡിയോസ് കൊണ്ട് ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കോ നമ്മുടെ ഇവിടെ തിയറി പഠിക്കുന്നവർക്കോ അങ്ങനെ ഡ്രൈവിംഗ് ലെസൺസിന് പോകുന്നുള്ളവർക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ തിയറി ഡ്രൈവിംഗ് ലെസൺസിനുള്ള തിയറി പഠിക്കുമ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ റോഡിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ നാട്ടിലും കൊണ്ടുവരണം എന്നാണ് നമ്മൾ ഞാനൊക്കെ ലൈസൻസ് എടുക്കുമ്പോൾ ആകെ 20 ക്വസ്റ്റിൻ്റെ അകത്ത് 12 ഉത്തരം ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലേണേഴ്സ് ലൈസൻസ് കിട്ടുമായിരുന്നു. അത് മാത്രമായിരുന്നു നമ്മളെ നിയമപരമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. അതൊരു കുഞ്ഞൊരു ബുക്ക്ലെറ്റ് വാങ്ങി ആ ബുക്ക്ലെറ്റ് നോക്കി നമ്മൾ പഠിച്ചു. അതനുസരിച്ച് നമ്മൾ ലൈസൻസ് എടുത്തു. അത് വെച്ചിട്ട് നമ്മുടെ ചില ചിന്താഗതികൾ അനുസരിച്ച് നമുക്ക് ആശാന്മാർ പറഞ്ഞു തരുന്നതും കൂട്ടുകാരന്മാർ പറഞ്ഞു തരുന്നതും ഒക്കെ ഫോളോ ചെയ്ത് നമ്മളങ്ങ് വണ്ടി ഓടിച്ചു പോരുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും ഇവിടെ വന്ന് നമ്മൾ തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്യും, തിയറിയുടെ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് എങ്ങനെ റോഡിൽ ആ നിയമങ്ങൾ പാലിക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്തം വന്ന് ഡ്രൈവിംഗിൽ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡ്രൈവിംഗ് കൾച്ചറാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് കേട്ടോ. നമ്മൾ പഠിക്കുന്ന തിയറി നമ്മൾ റോഡിൽ പ്രാക്ടിക്കലായിട്ട് എന്താ പറയുക ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ഉത്തരവാദിത്തം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡ്രൈവർമാരാക്കി മാറ്റുകയാണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈൻസ് അതുപോലെ നമ്മൾക്ക് താങ്ങാവുന്നതിലും വലിയ ഫൈനുകളാണ് ഫിക്സ് ചെയ്തേക്കണത്. അപ്പോ നമ്മൾ മനഃപൂർവ്വം നമ്മൾ തെറ്റുകൾ വരുത്താതെ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ റോഡിൽ നമ്മൾ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പാലിക്കുകയും ചെയ്യും. നമ്മുടെ ഫ്രണ്ടിലുള്ള ട്രാഫിക് സിഗ്നലിലൂടെ നമ്മൾ നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓരോ വാഹനങ്ങൾ പോകുന്ന ഗ്യാപ്പ് ഉണ്ടോ. ഇതിപ്പോ മഴയില്ലാത്ത കണ്ടീഷനാണ്. മഴയില്ലാത്ത കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഡ്രൈ വെതറാണ്. അപ്പൊ ഡ്രൈ വെതർ കണ്ടീഷനിൽ നമ്മൾ എത്ര അകലം പാലിക്കണം എന്നുള്ളത് നമുക്കിവിടെ തിയറി പഠിപ്പിക്കുന്നുണ്ട്. ഓരോ വാഹനവും നമ്മുടെ മുമ്പിലത്തെ വാഹനമായിട്ട് നമ്മൾ പാലിക്കേണ്ട അകലം. അപ്പൊ ആ അകലം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെക്കൻഡ് ഗ്യാപ്പാണ് നമ്മൾ പാലിക്കേണ്ടത്. അപ്പോൾ ഈ 2 സെക്കൻഡ് ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് 1 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്ററിൽ എത്ര മൈൽസ് കവർ ചെയ്യുന്നുള്ളത് വെച്ചിട്ടാണല്ലോ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് പറയുന്നത്. 30 മൈൽസ് പെർ അവർ, 60 മൈൽസ് പെർ അവർ എന്നൊക്കെ. അപ്പൊ അങ്ങനെ 60 മൈൽസ് പെർ അവറിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്ര മൈൽ യാത്ര ചെയ്യും? 1 മൈല് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. 60 മൈൽസ് പെർ അവറിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ 1 മിനിറ്റില്. അപ്പോൾ ആ 1 മിനിറ്റിനെ നമ്മൾ 60 സെക്കൻഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആ 60 സെക്കൻഡില് നമ്മൾ 2 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യുന്ന എത്ര മീറ്റർ ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അത്രയും മീറ്റർ അകലത്തിലായിരിക്കണം നമ്മുടെ മുമ്പിലത്തെ വാഹനവും നമ്മുടെ വാഹനവും തമ്മിലുള്ള അകലം നമ്മൾ പാലിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ബ്രേക്കിംഗ് ചെയ്തതിന് ശേഷം നമുക്ക് മിനിമം 2 സെക്കൻഡെങ്കിലും ആ വണ്ടിയുടെ ആക്സിലറേഷൻ സ്റ്റോപ്പ് ആയി വരാനായിട്ട് എടുക്കും. അപ്പോൾ അത്രയും അകലത്തിൽ നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്താൽ പോലും വണ്ടിക്ക് 2 സെക്കൻഡിലെ വണ്ടി സ്റ്റോപ്പ് ആവുള്ളൂ എന്നാണ് പ്രാക്ടിക്കലി തിയററ്റിക്കലി കണ്ടുപിടിച്ച് റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇൻ കേസ് ഓഫ് എമർജൻസി വന്ന് നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്താൽ പോലും ഈ മുമ്പിലത്തെ വാഹനത്തിനെ നമ്മൾ പോയി ഇടിക്കുകയില്ല. അപ്പൊ നമ്മളൊരു ആക്സിഡന്റിന്റെ പുറകില് തുരാന്ന് കാറുകൾ ഇടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 സെക്കൻഡ് ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണത്. അപ്പൊ അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോഡിലേക്ക് സഡൻ ആയിട്ട് ആരെങ്കിലും കയറി വരികയോ അല്ലെങ്കിൽ ഒരു സൈക്കിളുകാരൻ വട്ടം ചാടുകയോ അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും ഒരു സഡൻ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രിവെന്റ് ചെയ്ത് നമുക്ക് ആ ഒരു ആക്സിഡന്റിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റും നമ്മൾ ഈ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ. അത് മാത്രമല്ല നമ്മൾ അതിലും കൂടിയ സ്പീഡിലാണ് നമ്മൾ വരുന്നതെങ്കിൽ ഈ 2 സെക്കൻഡ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മളൊരു അപകടം ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് ആക്സിഡന്റ് ഇമ്പാക്ട് വളരെയധികം കുറയ്ക്കാൻ പറ്റും. എന്ന് കരുതി ഈ 2 സെക്കൻഡ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് സേഫ് ആയി എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഒരു 50% നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ മഴയുള്ള കാലഘട്ടം ആണെങ്കിൽ നമ്മൾ അത് 4 സെക്കൻഡ് ഗ്യാപ്പ് ആയിട്ട് കൂടുതൽ കുറച്ചുകൂടെ 4 സെക്കൻഡിൽ എത്ര മീറ്റർ അകലത്തിലാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ദൂരത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം മഴയുള്ള സീസണിൽ. ഇനിയിപ്പോ ഇവിടെ യൂറോപ്പിലായതുകൊണ്ട് ഐസ് ഉള്ള വെതർ ഉണ്ട്. അപ്പൊ ആ ഐസ് ഉള്ള വെതറിലാണെങ്കിൽ നമ്മൾ 10 സെക്കൻഡ് ഗ്യാപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
ഉണ്ട് കേട്ടോ, മുമ്പിലത്തെ വാഹനമായിട്ട്. അപ്പൊ ഏകദേശം നമ്മൾ ഈ മോട്ടോർ വേയിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ 70 മൈൽ സ്പീഡിൽ നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ആ 70 മൈൽ ദൂരത്ത് 70 മൈൽസ് പെർ അവറിൽ നമ്മൾ എത്ര മീറ്റർ കവർ ചെയ്യും എന്നുള്ള ആ ഒരു കാൽക്കുലേഷനും അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിന് അങ്ങനെ ബ്രേക്ക് ചെയ്ത് നിർത്താൻ സാധിക്കുമോ എന്നുള്ള ആ ഒരു ഗ്യാപ്പൊക്കെ കണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമേ നമുക്ക് മോട്ടോർ വേയിൽ യാത്ര ചെയ്യാവുള്ളൂ. അത്ര അകലം നമ്മൾ പാലിച്ചിരിക്കണം എന്നാണ് തിയറി പറയുന്നത്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഫോളോ ചെയ്യേണ്ടതും. ഇങ്ങനെ ഒരു ചെറിയൊരു നിയമം, ചെറിയൊരു ചേഞ്ച് വരുത്തുകയാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലുള്ള അപകടങ്ങളിൽ വളരെയധികം കുറയ്ക്കാൻ പറ്റും. ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്രയെ നമ്മൾ സുഗമമായിട്ട് വീട്ടിൽ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് ഒരു നല്ല ഡ്രൈവറുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാകാതെ നമുക്കും അപകടം ഉണ്ടാകാതെ ഒരു വീട്ടിൽ നിന്ന് ഒരു യാത്ര തുടങ്ങി തിരിച്ച് നമ്മൾ വീട്ടിൽ സേഫ് ആയിട്ട് എത്തുന്നത് വരെ ഉള്ളതാണ് ഒരു ഡ്രൈവറിന്റെ ഏറ്റവും നല്ല ഡ്രൈവർക്കുള്ള ക്വാളിറ്റി ആയിട്ട് കരുതേണ്ടത്. നമ്മൾ നാട്ടിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്തും അതുപോലെ തന്നെ നാട്ടിൽ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്ന ഒരു തെറ്റായിട്ടുള്ള ധാരണയുണ്ട്. റോഡ് ഫ്രീ ആണെങ്കിൽ നമുക്ക് വളരെ സ്പീഡിൽ പോവാം, റോഡിൽ തിരക്കുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് കുറച്ച് സുരക്ഷിതമായിട്ട് പോയാൽ മതി, അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേങ്കിൽ റോഡ് കാലിയാണെങ്കിൽ പോലും ഇവിടെ യൂറോപ്പിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അനുവദിച്ചിട്ടുള്ള സ്പീഡിൽ മാത്രമേ നമ്മൾ ഡ്രൈവ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ റോഡ് സിഗ്നലുകളും അതുപോലെ തന്നെ മറ്റുള്ള ഡ്രൈവേഴ്സിന് നൽകേണ്ട റെസ്പെക്റ്റും അതൊക്കെ നമുക്ക് തിരിച്ചും ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഇങ്ങോട്ട് അത്രയധികം റെസ്പെക്റ്റോട് കൂടിയാട്ടോ ഓരോ ഡ്രൈവർമാരും പെരുമാറുന്നത്. കാരണം നമ്മളൊരു ബ്ലോക്കിലോട്ടൊക്കെ നമ്മളൊന്നും കയറി മെർജ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഒരു ചാൻസ് വന്നാലാണല്ലോ നമുക്ക് കയറാൻ പറ്റുള്ളൂ. നാട്ടിലൊക്കെ നമ്മളിങ്ങനെ നമുക്ക് തോന്നിയ പോലെ നമ്മളിങ്ങനെ ഹാഫ് ക്ലച്ചിലൊക്കെ പിടിച്ച് ഇങ്ങനെ ചേർത്ത് വേഗം കയറുമല്ലേ. ഇവിടെ അങ്ങനെയല്ല, നേരെ തിരിച്ച് ഓരോരുത്തരും ബ്രേക്ക് ചെയ്ത് നമുക്ക് നീ കയറിക്കോ എന്നുള്ള രീതിയിൽ തരുകയും ചെയ്യും, ഒരു ടാറ്റയും തരും. ഇത് നോക്കിയ പോലീസ് പോകണുണ്ടോ, ആ പോലീസ് പോലും കൃത്യമായിട്ടുള്ള അകലം പാലിച്ച് മാത്രമേ പോവുള്ളൂ. ഇവിടെ അങ്ങനെ പോലീസിന് ഒരു നിയമമെന്നോ അല്ലെങ്കിൽ ഒരു പൗരന് വേറൊരു നിയമം എല്ലാ രാജ്യത്തും ഒരുപോലെ തന്നെ ഉള്ളൂ. പക്ഷെ അതിന് നമ്മളെ പാലിക്കുന്ന രീതിയിലാണ് വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തേക്കണത് ഇവിടെ വന്നപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് റോഡ് ആക്സിഡന്റിൽ എത്രയോ ചെറുപ്പക്കാരാണ് മരിക്കണത്. ബൈക്ക് യാത്രക്കാരായിക്കോട്ടെ, കാർ യാത്രക്കാരായിക്കോട്ടെ, ഈ പറഞ്ഞ പോലെ നിരപരാധികളും മരിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ അകത്ത് ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. ഇന്നിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സമീക്ഷ യൂറോപ്പ് പീറ്റർ ബെറോ എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് ഉണ്ട്. അപ്പൊ സമീക്ഷയുടെ ഗ്രൂപ്പിലൊരു മെസ്സേജ് വന്നിരുന്നു. 22 വയസ്സുള്ള ഒരു നമ്മുടെ യൂറോപ്പിലുള്ള ഒരു കൂട്ടുകാരന്റെ അനിയൻ, 22 വയസ്സുള്ളൂ. അവൻ ഇങ്ങനെ എറണാകുളം ടൗണിൽ വെച്ചിട്ട് ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് മരിച്ചു. അപ്പോൾ ഈ 22 വയസ്സുള്ള ഒരു യുവാവ് ബൈക്ക് ആക്സിഡന്റിൽ മരിക്കാന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് നമ്മൾ ഇവരെ ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ പഠിക്കണത്? അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ റോഡിന്റെ അകത്ത് എന്തെല്ലാം സുരക്ഷിതത്വം പാലിച്ച് നമുക്ക് വണ്ടി ഓടിക്കണം, വാഹനം ഓടിച്ച് നമ്മൾ സുരക്ഷിതമായിട്ട് വീട് ചെല്ലുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ തെറ്റ് ചെയ്തില്ല, വേറൊരാളാണ് തെറ്റ് ചെയ്തതെങ്കിൽ പോലും അത് നമ്മുടെ ജീവൻ എടുക്കുന്ന ഒരു സെറ്റപ്പിലേക്കാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു ഡ്രൈവിംഗ് രീതികളും കാര്യങ്ങളൊക്കെ പോകണം. അതിലൊക്കെ വ്യക്തമായിട്ടുള്ള വ്യത്യാസങ്ങളും മാറ്റങ്ങളും വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ ലണ്ടൻ വിശേഷങ്ങളിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും സുരക്ഷിതരായിട്ട് വാഹനം ഓടിക്കുക. വാഹനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്